അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. നമ്മുടെ വീട്ടിലുള്ള ജോലി പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ടൈം ലാഭിക്കാമല്ലോ. രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലുള്ള ജോലി എളുപ്പത്തിൽ കഴിയാനും നീറ്റായിട്ടിരിക്കാനും എടുത്ത സാധനം എടുത്തിടത്തിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക, ലൈക്ക് തരിക. അതുപോലെ ഞാൻ കിച്ചണിലുള്ള ജോലി എളുപ്പമായി കിട്ടാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നമ്മുടെ പച്ചക്കറി ഐറ്റംസൊക്കെ സ്റ്റോറേജ് ബോക്സിൽ ഇതുപോലൊരു ബോക്സിൽ ഇട്ടിട്ടാണ് വെക്കുക. അപ്പോൾ അത് കേടാവുകയുമില്ല, നമുക്ക് എടുക്കാനായിട്ട് എളുപ്പവുമായിരിക്കും. അങ്ങനെ ഒരു ദിവസം വേണ്ട സാധനങ്ങളൊക്കെ ഒരുമിച്ച് കഴുകി അത് കട്ട് ചെയ്ത് വെക്കും. മുരിങ്ങവാൾ ഇതുപോലെ കവറിൽ ഇട്ട് വെച്ചാൽ മുരിങ്ങവാളിന് പെട്ടെന്ന് കേടൊന്നും വരില്ല, അത് ഒരുപാട് ദിവസത്തേക്ക് നിൽക്കും. അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ എടുത്ത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ട് അത് കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങാണ്. ഞങ്ങളിന്ന് വെണ്ട പൊരിക്കുകയാണ് ചെയ്യുന്നത്. വെണ്ട നിങ്ങൾ പൊരിക്കാറുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. വെണ്ട പൊരിക്കുകയാണെങ്കിൽ അന്ന് മീനിൻ്റെ ആവശ്യമൊന്നുമില്ല, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അത് മതി ഒരുപാട് ചോറ് കഴിക്കാനായിട്ട്. അതിന് വെണ്ട ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുകയാണ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് തരണം, സപ്പോർട്ട് തരണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കണം. ഇതുവരെ സപ്പോർട്ട് തന്നവരുടെ ഒക്കെ സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ സ്ത്രീകൾ രാവിലെ തന്നെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടൈമിൽ ലാഭിക്കാൻ പറ്റിയാൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് വെറുതെ ഇരിക്കുകയും നമുക്ക് പോവേണ്ട ഇടത്തിലൊക്കെ പോകാനൊക്കെ ടൈം കിട്ടുകയും ചെയ്യും. നമുക്ക് ജോലിക്ക് ഒരു റിസ്ക് നമുക്ക് ഒരുപാട് കുറഞ്ഞ് കിട്ടും, ജോലിയൊക്കെ എളുപ്പമായിട്ട് തോന്നും. നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടിപ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്നത് പോലെ തോന്നും. ചക്കക്കുരു ഇതുപോലെ കവറിലിട്ടിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുപാട് നാളത്തേക്ക് അത് കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. നമ്മുടെ വീട് എന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുകയും നമ്മുടെ പണിയൊക്കെ നമ്മൾ ചിട്ടയോടെ നേരത്തെ കാലത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുകയും ചെയ്യും. നമ്മുടെ വീട് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ നമുക്ക് വീട് തന്നെ തരികയും ചെയ്യും. അതുകൊണ്ട് വീട് എന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഇന്നത്തെ കട്ടിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞ് വെണ്ട പൊരിക്കാനായിട്ട് അത് നന്നായിട്ട് പെരക്കി അവിടെ മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ അതിലോട്ടേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് മുളകൊക്കെ പിടിച്ചിട്ട് അത് പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും കിട്ടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ മെയിൻ ഒരു റെസിപ്പിയാണ് വെണ്ട പൊരിച്ചത്. നമ്മുടെ കിച്ചണിൽ നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് കിട്ടണമെങ്കിൽ കിച്ചണിൽ പ്ലാന്റ് ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് നമ്മളത് വളർത്തണം. എന്തെങ്കിലും പ്ലാന്റ്, നമുക്ക് മണി പ്ലാന്റ് ഒക്കെ വെക്കാം. ഞാനിവിടെ പനിക്കൂർക്കയാണ് വെച്ചത്. ഇതാകുമ്പോൾ നമുക്ക് കിച്ചണിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല നമുക്ക് പൊടിച്ചിട്ട് നമുക്ക് കഫക്കെട്ടിനും മക്കൾക്കൊക്കെ കൊടുക്കാമല്ലോ. ഇപ്പോൾ ആ ഒരു സീസണല്ലോ. എനിക്കാണെങ്കിൽ ജലദോഷം വന്നിട്ട് മൂക്കൊക്കെ അടഞ്ഞിട്ടാണുള്ളത്, അതാണ് സൗണ്ട് ഇങ്ങനെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക, ലൈക്ക് തരാൻ മറക്കരുത്. ഇത് ഞാൻ മോൾക്ക് വേണ്ടി അതിൽ നിന്ന് വെള്ളം എടുത്തതാണ്. കിച്ചണിലുള്ള ജോലിയായാലും വീട്ടു ജോലിയായാലും നമുക്ക് എളുപ്പത്തിൽ കഴിയാനായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ നല്ല എനർജി കിട്ടുമ്പോഴാണ് നമുക്ക് പണിയെടുക്കാനായിട്ടും ജോലി ചെയ്യാനായിട്ടൊക്കെ ഒരു ഉന്മേഷം കിട്ടുക. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കിച്ചണിലുള്ള ജോലി എളുപ്പമാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് നമുക്കത് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കാം. ഒരാഴ്ചത്തേക്കൊക്കെ. നമ്മൾ കുറച്ചാളായത് കാരണമാണ് കുറച്ചെടുത്തത്. കുറച്ചല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. കുറേ ആളുള്ള വീട്ടിലൊക്കെ ഒരുപാട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തൊലിയൊക്കെ പോക്കി കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുത്ത് വെക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും കേട്ടോ, ടൈം. കാരണം നമുക്ക് എന്തെങ്കിലും കറി, മീൻ നമുക്ക് മുളകിട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ വെളുത്തുള്ളി ചതച്ചത് വേണം. അതുപോലെ എന്ത് കറി ആയിക്കോട്ടെ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമ്മൾ ആ ഒരു തിരക്കിൽ വന്നിട്ട് അതെടുത്ത് തോലൊക്കെ തേരണ്ടി നമ്മളത് പൊടിച്ചെടുക്കേണ്ട ഒരവസ്ഥ വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒരു സ്പൂണിനെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് തീരെ ഇല്ലാതെ ഇരുന്നാൽ നമുക്ക് ഒരുപാട് ദിവസം ഇത് നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നിങ്ങൾ നല്ല തണുപ്പുള്ള ആ ഒരു ഭാഗത്ത് വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. തണുപ്പ് നല്ലോണം കിട്ടിയാൽ ഒരുപാട് ദിവസം ഇത് കിട്ടും. ഞാൻ ഇതുപോലെ ഒരു ബോക്സിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡിൽ വെളുത്തുള്ളി ചതച്ചതും ഒരു സൈഡിൽ ഇഞ്ചി ചതച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലോട്ടേക്ക് ഒരു സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ സ്പൂൺ വെച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. കിച്ചണിലുള്ള ജോലി എളുപ്പമായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഏത് കറി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഐറ്റംസ്, കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക്, അതുപോലെ നമ്മൾ
മുറിച്ചിട്ട് വെച്ചിട്ടുള്ള ബാക്കിയൊക്കെ ഇതുപോലെ ഒരു ബോക്സിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ആ ഒരു ബോക്സ് മാത്രം എടുത്താൽ മതിയാവും ചിലപ്പോൾ ഒക്കെ. വലിയുള്ളി ഇതുപോലെ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം മാസങ്ങളോളം ഇത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. തക്കാളി ഇതുപോലെ വെച്ചിട്ട് കുറച്ച് ഉപ്പ് അതിന്മേലോട്ട് നമ്മൾ പുരട്ടി കൊടുത്താൽ ഒരുപാട് ദിവസം ഇത് കേടാവാതെ നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ മല്ലിമുളകിൽ ഒരു നുള്ളു ഉപ്പിട്ട് അത് മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് പൂപ്പലോ പ്രാണികളോ വരില്ല. അതുപോലെ നമ്മൾ പാൽപ്പൊടിയൊക്കെ വെക്കുമ്പോൾ അതിലോട്ട് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുക. അപ്പോൾ അതിലോട്ടേക്ക് പൂപ്പോ അത് കേടാവുകയോ ഒന്നും ചെയ്യില്ല, ഉറുമ്പൊന്നും കയറില്ല. ഇന്നത്തെ ജോലി കഴിഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക, ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരിക. അങ്ങനെ ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞ് വത്തക്ക വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കലക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ വെള്ളം കുടിച്ച് കൊടുക്കണം. നമ്മുടെ ശരീരം നമ്മൾ ക്ഷീണം പിടിക്കാനായിട്ട് വിട്ടു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ജോലി ചെയ്യാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല, ക്ലീൻ ചെയ്യാനും താല്പര്യം ഉണ്ടാവില്ല, ആകെ ടയേർഡായിട്ട് കിടക്കും. അതുകൊണ്ട് വിശക്കുമ്പോൾ ക്ഷീണം പിടിക്കുമ്പോൾ ഒക്കെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.